ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഞാനൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരു 3-4 വീഡിയോസ് ഞാൻ മീഷോ ഹോൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ പാടെ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കയ്യിലോട്ട് കിട്ടുന്ന ടൈമിൽ തന്നെ അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പാണ്. കാരണം നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈം വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാനായിട്ടുള്ള ഫ്ലോർ മാറ്റാണ്. ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് 1 മാസത്തോളമായി. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഈ മാറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിച്ചണിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ബാത്റൂമിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പല കളറിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ പല ഫ്ലേവറിൻ്റെ മോഡൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ബാത്റൂമിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഇറങ്ങുമ്പോൾ കാലിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിലിക്കോണാണ്. അതുപോലെ ഇതിൻ്റെ അടിയിൽ PVCൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ലിപ്പ് ആവുന്നുള്ള പേടിയൊന്നും വേണ്ട. നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ മെയിൻ കാരണം ഇതിൻ്റെ റിവ്യൂലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് സ്ലിപ്പ് ആവുന്നില്ല. അതുപോലെ ഇത് പർച്ചേസ് ചെയ്തവരൊക്കെ പറയുന്നത് സ്ലിപ്പ് ആവാത്ത നല്ലൊരു ഗുഡ് പ്രൊഡക്റ്റാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കാരണം ഇതിന് മുൻപ് മേടിച്ചിട്ടുള്ള മാറ്റ് നിലത്ത് നമ്മൾ ഫ്ലോറിലിടുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടും ചവിട്ടിയാൽ തന്നെ അത് വഴുക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനൊരു മാറ്റ് നോക്കി മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. ബാത്റൂമിലേക്ക് ഇതേപോലത്തെ മാറ്റ് സ്ലിപ്പ് ആവാത്ത മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്നത് 40x60 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഞാനിതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 257 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2 പീസിനാണ് ഈ റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതിൽ 24 പീസ് മെറ്റാലിക് ബലൂൺസ് വരുന്നുണ്ട്. 3 കളറിലാണ് വരുന്നത്. വൈറ്റ്, മെറൂൺ, ബ്ലാക്ക് അങ്ങനെ 3 കളറിലാണ് ബലൂൺസ് വരുന്നത്. പിന്നെ ഈ ബലൂൺസിൻ്റെ കൂടെ തന്നെ ബലൂൺസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റൗണ്ടിലൊരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഡബിൾ സ്റ്റിക്കർ വരുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ളൊരു ബാനർ വരുന്നുണ്ട്. അതൊരു പീസ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് വൈറ്റ് നെറ്റാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള വൈറ്റ് നെറ്റ് വരുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്നത് 1 പീസ് ലെഡ് ഫെയറി ലൈറ്റാണ് വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് കത്തിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് കിട്ടുമ്പോൾ വിചാരിച്ചു ചിലപ്പോൾ വർക്ക് ചെയ്യില്ല എന്നൊക്കെ. കാരണം ഇതിൻ്റെ റിവ്യൂലൊക്കെ പറയുന്നുണ്ടാവും ചിലതൊന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. ഞാനിത് മോൻ്റെ ബർത്ത്ഡേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ കൂടി വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും.
അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഈ ബർത്ത്ഡേ ഡെക്കറേഷൻ്റെ ഈ സെറ്റിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 155 റുപ്പീസാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാട്ടോ ഞാൻ അടുത്ത മേടിച്ചിട്ടുള്ള മീഷോന്ന് മേടിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു അടിപൊളി ടേബിൾ കവറാണ് വരുന്നത്. ഇതിന് ഗോൾഡൻ കളർ ലേസൊക്കെ വരുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഈ ടേബിൾ കവർ ഞാൻ എൻ്റെ ടേബിളിൽ വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ലെങ്ത്തും വെടുത്തൊക്കെ വരുന്നത് 54 × 78 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്തും വെടുത്തൊക്കെ വരുന്നത്. പിന്നെ എൻ്റെ ടേബിൾ വരുന്നത് 2 സൈഡിലായിട്ട് 3 ചെയറുകൾ വരുന്ന രീതിയിലാണ് എൻ്റെ ടേബിൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് ഞാൻ ടേബിൾ കവർ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേബിൾ കവർ എത്ര ലെങ്ത്ത് വേണം എന്ന് നോക്കിയിട്ട് വേണം മേടിക്കാൻ. പിന്നെ ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഒരു ഗോൾഡൻ കളർ ലേസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നല്ല വൃത്തിയിൽ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് PVC ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 177 റുപ്പീസാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഏത് പ്രൊഡക്റ്റാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഈ പ്രൊഡക്റ്റ് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക്കാണ്. ഇത് 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീന്, ബ്ലൂ, ബ്രൗൺ ഇങ്ങനെ 3 കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ട്രെയിനറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ട്രേൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോവുക. അതുപോലെ സ്പൂൺ ഇട്ട് വെക്കുന്ന ചെറിയൊരു ബാസ്ക്കറ്റിൽ അതിലും ചെറിയ ചെറിയ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിലത്തെ വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടെ ഈ ട്രേയിൽ കൂടെയാണ് പോവുക. അപ്പോൾ നമുക്ക് പാത്രങ്ങളിലെ വെള്ളമൊക്കെ വറന്ന് നല്ല ക്ലീനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സെറ്റ് നല്ലതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ നമ്മൾ ചിലയിടത്ത് വെക്കുമ്പോൾ അവിടെ തന്നെ വെള്ളം കെട്ടി നിൽക്കാറില്ല പതിവ്. അപ്പോൾ ഇതുപോലെ ട്രേ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ അടിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൽ പാത്രങ്ങളൊക്കെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം ഇതിന് മുകളിൽ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഈ വെക്കുന്ന സമയത്തുള്ള വെള്ളങ്ങളൊക്കെ അടിയിൽ കൂടെയാണ് പോവുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 400 റുപ്പീസാണ്. ഞാൻ മേടിക്കുന്ന ടൈമിൽ ഇതിന് 227 റുപ്പീസായിരുന്നു. ഇപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലെ കുറച്ച് മീഷോ പ്രൊഡക്റ്റ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്നും എത്തിയിട്ടില്ല. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെ വന്ന ശേഷം ഞാൻ വീണ്ടും ഒരു മീഷോ കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.